മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ട് കൂടെയാ ജീവിക്കുക. എങ്ങനെയാ വചനം കൊണ്ട് ജീവിക്കുന്നത്? ഇരുവായ്ത്തലയുള്ള വാളാണ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ ഡയഗ്നോസ് ചെയ്യും, കണ്ടുപിടിക്കും, പിന്നെ അതിന് പരിഹാരം ചെയ്യും. അത് ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, സാമൂഹികമാകട്ടെ, നമ്മളെ അലട്ടുന്ന ഏത് വിഷയം ഈ വചനം ഡയഗ്നോസ് ചെയ്യും. 2, അതിൻ്റെ പ്രതിക്രിയ ചെയ്യും. പ്രാണനെയും ആത്മാവിനെയും വേർപിടിവിക്കും എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ജീവിക്കുന്ന നമ്മളെ മാനസികമായ അസ്വസ്ഥതയിട്ട് ടെൻഷനാക്കുമ്പോൾ, ഗിയറുള്ള വണ്ടിയിൽ കാറിൻ്റെ ക്ലച്ച് ചവിട്ടുമ്പോൾ എഞ്ചിനും വീലുമായിട്ട് ബന്ധം വേർപെടുന്ന പോലെ ആത്മാവും മനസ്സുമായിട്ട് വേർപിടിവിക്കും ഈ വചനം എന്ന് പറഞ്ഞാൽ. എന്തെല്ലാം പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ ഉണ്ടായാലും വചനത്തിൽ പറയുന്ന പോലെ കൊടുങ്കാറ്റ് അടിച്ചോടുന്ന കപ്പലിനെ ചെറിയ ചുക്കാൻ കൊണ്ട് തിരിക്കുന്ന പോലെ ആത്മാവ് കൺട്രോൾ ഏറ്റെടുക്കും. സന്ധി മജ്ജകളെ വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതാണ് എന്ന് പറഞ്ഞാൽ ശാരീരിക മണ്ഡലത്തിൽ, മാനസിക മണ്ഡലത്തിൽ, ആത്മീയത്തിൽ സൗഖ്യം തരുന്ന, വിടുതൽ തരുന്ന, പ്രൊവിഷൻ തരുന്ന, കരുതുന്ന, പുലർത്തുന്ന ദൈവവചനത്താലുള്ള വിടുതൽ. ആ വചനത്താൽ നാം ജീവിക്കും.